അർഫാസിന്റെ ആദ്യത്തെ സംവിധാനമാണ് ലെവൽ ക്രോസ്. അർഫാസിനെ ഞാൻ പരിചയപ്പെടുന്നത് കൂമൻ എന്ന് പറഞ്ഞ ജിത്തു ജോസഫ് സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിത്തു സാറിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് അദ്ദേഹം. അങ്ങനെയാണ് അർഫാസ് എൻ്റെ അടുത്ത് പറയുന്നത് ഈ സിനിമയെ പറ്റി. സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നതും ആ സമയത്ത് തന്നെയാണ്. പിന്നെ ദ വെരി ബ്യൂട്ടിഫുൾ അമല പോൾ, താങ്ക് യു സോ മച്ച് അമല. ഞാൻ അമലെ ഒരുപാട് ഞങ്ങൾ സിനിമ എന്ന് പറഞ്ഞ ആഗ്രഹവുമായി എറണാകുളത്ത് പല പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് കണ്ടുമുട്ടിയ ആളുകളാണ്. ഇപ്പോഴും നല്ലൊരു റിലേഷൻ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സിനിമകളൊന്നും ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും വി ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷം. ഇത്രയും റോൾസ് ചെയ്ത് ഈ ഒരു ലെവലിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ യങ്സ്റ്റേഴ്സിനോടൊപ്പം ഒരുപാട് ആളുകളുണ്ട് ഇതേപോലെ ഒരു സിനിമ എന്നുള്ള ലോകം സ്വപ്നം കാണുന്നത്. അവരോടൊക്കെ കൊടുക്കാനുള്ള ഒരു നല്ല ചോദ്യമാണ്. ഞാൻ ഇന്ന് പറയണമെന്ന് ആഗ്രഹിച്ചൊരു ചോദ്യമാണ്. എൻ്റെ കോളേജിൽ ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുമ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഏറ്റവും പുറകില് ഇതിന്റെ മുകളിലൊക്കെയാണ്. അവിടെയാണ് നിന്നുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് എനിക്ക് വന്ന് ഇവിടെ നിന്ന് നിങ്ങളെ നോക്കി സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സ്വപ്നം മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ എന്തൊക്കെയായിട്ടുണ്ടോ അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആകാൻ പറ്റും. ആൻഡ് ഐ ആം വിഷിംഗ് യു ഗൈസ് ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കേ ബോയ്സ്, അപ്പൊ താങ്ക് യു. ഞാൻ ഇവിടെ ഒരുപാട് പോസ്റ്റുകൾ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ് എന്റെ സൈഡിൽ നിന്ന്. പ്ലീസ് കട്ട് മ്യൂസിക്, ആ മ്യൂസിക് ഒന്ന് കട്ട് ചെയ്യൂ പ്ലീസ്. എന്റെ ഭാഗത്തുള്ളൊരു വെരി ഹംബിൾ റിക്വസ്റ്റ് ആണ്. എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും മറ്റൊരാൾക്കെതിരെയുള്ളൊരു ഹെയ്റ്റ് ക്യാമ്പയിനായി മാറരുത്. അത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അദ്ദേഹം അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊരു ഹെയ്റ്റ് ക്യാമ്പയിനായിട്ട് മാറരുത്. എനിക്ക് നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ദിവസം നിങ്ങളുടെ സപ്പോർട്ടിൽ ഒരുപാട് ഒരുപാട് നന്ദി. ഐ ഓൺ യു ഗൈസ്, താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ഓൾ. ഒരു ബാക്കപ്പും ഇല്ലാതെ, സിനിമയുമായി ഒരു ബന്ധവും ഇല്ലാതെ ഇവിടെ വന്ന് ഇത്രയും കയ്യടിയും ഇത്രയും സ്നേഹവും അനുഭവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. I love you.